നമ്മുടെ സെയിൽസിൽ സെയില് നടക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയാ സെല് ചെയ്യുന്നത്? കാശുണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഡെപ്തിലോട്ട് പോവാം. വാട്ട് ഈസ് വെൽത്ത്? വാട്ട് ഈസ് മണി? ഇത് ഞാനൊരു ബുക്ക് വായിച്ച കാലം തൊട്ട് പഠിപ്പിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു ടോപ്പിക്കാണ്. ആ ബുക്കിന്റെ പേരാണ് ദ സീക്രട്ട്. ദ സീക്രട്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ബുക്കാണ് ദ സീക്രട്ട്. കാരണം ഇതിൽ പറയുന്നത് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചാണ്. ലോ ഓഫ് അട്രാക്ഷൻ. ഈ ലോ ഓഫ് അട്രാക്ഷനെ എങ്ങനെ തെറ്റിദ്ധരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മടിയന്മാര് ഇതിനെ ഒരു ഒരു ആയുധമായിട്ട് അങ്ങ് എടുത്ത്, എന്ത്, വെറുതെ വീട്ടിലിരുന്നോണ്ട് പോസിറ്റീവ് ചിന്തിച്ചാൽ മതി, പ്രകൃതിയല്ല ഇഞ്ഞു കൊണ്ട് തന്നോളൂ, വീട്ടിൽ കയറി ഇരുന്നാ മതി, അവിടെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നാ മതി എന്ന് ആളുകൾ കൺഫ്യൂസ്ഡ് ആയ ഒരു ബുക്കും കൂടെയാണ് ദ സീക്രട്ട്. ശരിയാണ്, ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു സൈഡ് മാത്രമാണ് മനസ്സിലാക്കിയത് അത് വായിച്ചിട്ട്. അതിന് മറു സൈഡും കൂടെ ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ മാത്രമേ അത് കംപ്ലീറ്റ് ആകത്തുള്ളൂ. ആ കംപ്ലീഷനാണ് നമ്മളുടെ ഇന്ന് തൊട്ടുള്ള ഈ സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വെറുതെ വീട്ടിൽ കയറിയിരുന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടത് കിട്ടില്ല. അതോടൊപ്പം ചില കാര്യങ്ങളും കൂടെ ചെയ്യണം. നമ്മൾക്ക് കിട്ടുമെന്ന ഉറച്ച വിശ്വാസത്തോടൊപ്പം തന്നെ അതിനെ അട്രാക്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ മറ്റു കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്തെങ്കിൽ മാത്രമേ എന്താവത്തുള്ളൂ, ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യത്തുള്ളൂ. ഇത് എൻ്റെ പേഴ്സണൽ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത്. ഇത് എങ്ങനെയാണ് എൻ്റെ ലൈഫിൽ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു പ്രാക്ടിക്കൽ വേ ഓഫ് യൂസിങ് ലോ ഓഫ് അട്രാക്ഷൻ ഇൻ യുവർ ലൈഫ് ആൻഡ് ബിസിനസ്. ബിസിനസ്സിലും ലൈഫിലും പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഞാൻ നോർമലി ഇങ്ങനെയുള്ള ടോപ്പിക്കുകളിലൊന്നും കൈവെക്കാത്തതാണ്. പക്ഷേ കിങ്സ് ക്ലബിൽ ഈ ബാച്ചിന്റെ പൂർണ്ണത എത്തണമെങ്കിൽ ഈ ടോപ്പിക്കും കൂടെ വേണം. റൈറ്റ്? സോ വെൽത്ത്, അട്രാക്ഷൻ, സീക്രട്സ്. നമുക്ക് 12 മെത്തേഡ്സ് ഉണ്ട്, 12 രീതികളുണ്ട് ഈ വെൽത്തിനെ, സമ്പത്തിനെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാൻ. എന്തൊക്കെയാണ് ആ 12 മാർഗങ്ങൾ? അത് മനസ്സിലാകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മളിലേക്ക് ഈ സമ്പത്തിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ വെൽത്തിലേക്ക് പോകുന്നതിന് മുന്നേ ചില കോൺസെപ്റ്റുകൾ, ചില ഫൗണ്ടേഷൻസ് ആദ്യം സെറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മളുടെ മനസ്സിലെ ചില ധാരണകളും ചില തെറ്റിദ്ധാരണകളും നമുക്ക് തിരുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ നേടാൻ വേണ്ടിയിട്ട് കിടന്ന് ഓടുന്ന പണം, എന്താണ് പണം എന്നൊന്ന് പഠിക്കാം. റൈറ്റ്? അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്തൊരു പ്രശ്നം നമുക്കുണ്ടോ അല്ലെങ്കിൽ എന്തൊരു ആവശ്യം നമുക്കുണ്ടോ അത് ആ പ്രശ്നം മാറ്റാനോ അല്ലെങ്കിൽ ആ ആവശ്യം നേടാനോ ഉള്ള ഏറ്റവും മികച്ച മാർഗം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം പണമായിരുന്നു, പണമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, പക്ഷെ ഇത് എന്നിലേക്ക് വരുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്താണ് പണം എന്ന് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പണത്തെക്കുറിച്ച് പഠിച്ച സമയത്ത് മനസ്സിലായ ഒരു കാര്യമുണ്ട്. മണി മണി ഈസ് ഹാവിങ് എ മൈൻഡ്. പണത്തിനും ഒരു മനസ്സുണ്ട് എന്ന് പഠിച്ചു. നമുക്ക് മാത്രമല്ല, പണത്തിനും ഒരു മനസ്സുണ്ട് എന്ന് മനസ്സിലായി. അപ്പോഴാണ് എന്താണ് പണം എന്ന് യഥാർത്ഥത്തിൽ ചിന്തിക്കാൻ തുടങ്ങി. പണത്തിന് ഒരു മനസ്സുണ്ടോ? ഉണ്ടെങ്കിൽ അത് എങ്ങനെ? അപ്പൊ എന്താണ് ആ മനസ്സ് ആഗ്രഹിക്കുന്നത്? എന്തായിരിക്കും ആ മനസ്സിന് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ ചിന്തിക്കാൻ തുടങ്ങി. എടാ, ഞാൻ, എല്ലാവരും പറയുന്നു ഹാർഡ് വർക്ക് ചെയ്താൽ ഈ സാധനം കയ്യിലേക്ക് വരും, എല്ലാവരും പറയുന്നു കഷ്ടപ്പെട്ടാൽ കാശുണ്ടാക്കാൻ പറ്റും എന്ന്.
ദൈവമേ, ഞാൻ ഇനി ഇതിൽ കൂടുതൽ എങ്ങനെയാ കഷ്ടപ്പെടണ്ടേ? ഒരു ദിവസത്തിൽ 18 മണിക്കൂർ ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്. ഐ എം ടോക്കിംഗ് അബൌട്ട് ദ ഡേയ്സ് വെൻ ഐ വാസ് ഇൻ ഡെപ്ത്. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഒരു മനുഷ്യന് കഷ്ടപ്പെടാൻ പറ്റുന്നത്? എന്നിട്ടും എന്തേ എന്നിലേക്ക് ഇത് വരുന്നില്ല? അങ്ങനെ ഞാൻ ഈ കടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാറ് അവിടെ ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നു, പല കാര്യങ്ങൾ നടക്കുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നു, അറിയാവുന്ന എല്ലാം പയറ്റി നോക്കുന്നു, അറിയാവുന്നവരോടെല്ലാം ചോദിച്ചു നോക്കുന്നു. പക്ഷെ ഈ സാധനം എൻ്റെ അടുത്തേക്ക് വരുന്നില്ല. അപ്പൊ എന്തായിരിക്കും റീസൺ? അങ്ങനെ ഞാനൊരു സാങ്കല്പിക ലോകത്തേക്ക് എത്തുകയാണ്. ഒരു ഇല്യൂഷൻ ആയിരുന്നു സത്യത്തിൽ അത്. ആ ഇല്യൂഷൻ എന്ന് പറയുന്നത്, ഞാനും എൻ്റെ മുന്നിൽ ഈ പണം എന്ന ഒരു രൂപം വന്നിരിക്കുകയാണ്, മണി. നമുക്ക് ദൈവത്തിന് നമ്മൾ പല രൂപങ്ങൾ കൊടുക്കില്ലേ എന്ന് പറഞ്ഞ പോലെ, പണത്തിന് നമ്മളൊരു രൂപം അങ്ങ് സങ്കല്പിച്ചിട്ട് ഈ മെഡിറ്റേഷനൊക്കെ ചെയ്ത് ഈ പറയുന്ന രീതിയിലുള്ള ചിന്തകളൊക്കെ വന്നിട്ട് ഈ പണം എൻ്റെ മുന്നിൽ വന്നിരിക്കുകയാണ്. പുള്ളിക്ക് ഒരു രൂപമൊക്കെ കൊടുത്തു. ഇപ്പൊ നമ്മള് ശിവൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു രൂപം തോന്നത്തില്ല, കഴുത്തെ പാമ്പുമൊക്കെ ചുറ്റി വന്നിരിക്കുന്നു, അല്ലെ? ഓ, ഗണപതി എന്ന് പറയുന്ന പോലെ, ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു രൂപം തെളിഞ്ഞു വരും എന്ന് പറഞ്ഞ പോലെ, പണത്തിന് ഞാനൊരു രൂപം അങ്ങ് കൊടുത്തു. കാരണം നമുക്ക് മനുഷ്യന് മറ്റൊരു മനുഷ്യ രൂപത്തോടാണ് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. കാരണം കുറച്ചുകൂടെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. മറ്റേതൊരു ഇൻവിസിബിൾ ആണ്. ഇത് ഒരു വിസിബിലിറ്റി, അതിനൊരു രൂപം കൊടുത്തു. രൂപം കൊടുത്തിട്ട് ഞങ്ങൾ നമ്മൾ ഒരു ചായ കുടിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഉൾപ്പെടെ ഉള്ളവര് ഈ നെട്ടോട്ടം ഓടുന്നത് മുഴുവൻ തനിക്ക് വേണ്ടിയിട്ടാ. പക്ഷേ നമ്മളെ സംബന്ധിച്ച് എന്താ, നിങ്ങൾ ഇങ്ങനെ, നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഈ ഓരോരുത്തരുടെ അടുത്തേക്ക് ചെല്ലുന്നത്, അവരെ വിട്ടുപോകുന്നത്, അവരിലേക്ക് കൂടുതൽ അടുക്കുന്നത് ഒക്കെ? ഇതിനൊക്കെ എന്തെങ്കിലും ഒരു ഒരു ബേസിക് മെത്തഡോളജി കാണില്ലേ? അതെന്താ, എന്താ വേണ്ടേ? ഞാൻ ഒരു കാര്യം കൂടെ ചെയ്തു. എന്തായാലും സാങ്കല്പിക ലോകമാ, അല്ലേ? ആയിത്തെ എന്തായാലും ഒരു സാങ്കല്പിക ലോകത്താ. അപ്പം നമ്മൾ ഒരാൾക്ക് ഒരു രൂപം, നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് ഒരു രൂപ സാദൃശ്യം നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രൂപം വേണം കൊടുക്കാൻ. ഞാൻ അത് കൊടുത്തത് എൻ്റെ സ്വപ്നത്തിൽ എൻ്റെ കാമുകിയുടെ ഷേപ്പായിരുന്നു, രൂപമായിരുന്നു ഞാൻ പണത്തിന് കൊടുത്തത്. ഏ നമുക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഒക്കെ നമുക്ക് സങ്കല്പിക്കാമല്ലോ. നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന കാര്യമില്ല, ആരോടും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പ്രത്യേകിച്ച് അവളുടെ അച്ഛന്റെ അനുവാദം ഒന്നും വേണ്ടല്ലോ നമുക്ക്. ഏ അപ്പം പണത്തിന് ഒരു കാമുകിയുടെ രൂപമാണ് കൊടുത്തത്. എന്നിട്ട് ദേഷ്യപ്പെടുകയല്ല ചെയ്ത കാമുകിയോട്, അല്ലെങ്കിൽ പ്രണയം അഭ്യർത്ഥിക്കാൻ പോകുന്ന പെണ്ണിന്റെ അടുത്ത് നമ്മൾ ഒരിക്കലും ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, ദേഷ്യപ്പെടാനും പാടില്ല, അല്ലേ? അതിന് വേറൊരു രീതിയാണല്ലോ. എന്ന് പറയുന്ന പോലെ ആ സോഫ്റ്റ് ആയിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് ഞാൻ ഇവളുടെ ഹൃദയത്തിലേക്ക് കയറിയിട്ട്, എന്താണ് നിന്റെ ആഗ്രഹം? നിന്നെ കീഴ്പ്പെടുത്താൻ, നിന്നെ എൻ്റെ ജീവിതത്തിന്റെ പാർട്ടാക്കാൻ, എൻ്റെ ലൈഫ് പാർട്ട്ണറാക്കാൻ ഞാൻ എന്താ ചെയ്യട്ടെ? ഞാൻ എന്ത് തന്നാൽ നീ എൻ്റെ കൂടെ വരും, നീ എൻ്റെ കൂടെ നിൽക്കും? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത് ഞാൻ 2 തവണയാ ചോദിച്ചിട്ടുള്ളത്. ഒന്ന് മായയുടെ അടുത്ത്, 2 പണത്തിന്റെ അടുത്ത്, പണമാകുന്ന കാമുകിയുടെ അടുത്ത്. ഞാൻ എന്താ തരട്ടെ? ഞാൻ എന്ത് ചെയ്താൽ നീ എന്നെ പ്രണയിക്കും? എനിക്ക് നിന്നെ ആവശ്യമാണ്, എനിക്ക് നീ കൂടിയേ തീരൂ. ഞാൻ എന്ത് ചെയ്താൽ നീ എന്നെ പ്രണയിക്കും? അപ്പം അവൾ എന്നോട് ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്നറിയോ? ഞാൻ ആരാണെന്നറിയോ? വാട്ട് ഈസ് മണി? അപ്പോ ശരിയാണ് ആ ചോദ്യം, എനിക്ക് ഉത്തരവില്ല. അത് അത് എല്ലാവർക്കും ആവശ്യമുള്ള സാധനം, എല്ലാവർക്കും ആവശ്യമുള്ളതോ? എന്നാലും എന്തായിരിക്കും? വാട്ട് ഈസ് ദാറ്റ് മണി? വാട്ട് ഈസ് മണി? ഈസ് ഇറ്റ് എ പേപ്പർ? അവൾ ചോദിക്കുക. ഞാൻ ഒരു കഷ്ണം കടലാസാണോ? ഉം, ആ, അതെ. അപ്പം
ബാങ്ക് അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ചെയ്തേ. ആ, ചെയ്തു. അതിൻ്റെ അകത്ത് എങ്ങനെയാ, ഞാൻ പേപ്പറായിട്ടാണോ? അല്ല. പിന്നെ എങ്ങനെയാ? അതൊരു നമ്പറായിട്ടാണ്, ഡിജിറ്റ്. കാരണം അവിടുന്ന് വന്നിരിക്കുന്ന ആപ്പിന്റെ അകത്ത് ഒരു ഡിജിറ്റ് കാണിക്കുന്നു, ദിസ് മച്ച് മണി യു ഹാവ്. കയ്യിലേക്ക് വരുമ്പോൾ ഒരു കഷ്ണം പേപ്പർ. സോ ഞാൻ ആ ബാങ്കിലെ ഡിജിറ്റ് ആണോ, ഞാൻ ഈ കഷ്ണം പേപ്പറാണോ? കൺഫ്യൂസ്ഡ് ആയി. അയ്യോ, അത് ശരിയാണല്ലോ. ഇവിടെ പ്രണയിക്കാൻ വരുമ്പോ, പ്രണയം അഭ്യർത്ഥിക്കാൻ വരുമ്പോ അറ്റ്ലീസ്റ്റ് അതെങ്കിലും അറിയണ്ടേ ഞാൻ ആര് എന്ന്. വാട്ട് എക്സാക്ട്ലി ഈസ് മണി? ഈസ് ഇറ്റ് ഡോളേഴ്സ്? ഇത് ഇപ്പം $100 ഈസ് ഇറ്റ് ഡോളർ? ഞാൻ പറഞ്ഞല്ല. ഓക്കെ, എങ്കിൽ നീ യൂസ് ചെയ്യുന്ന കറൻസി, ഈസ് ഇറ്റ് ഇന്ത്യൻ കറൻസി? ഞാൻ പറഞ്ഞു അല്ല. ഈസ് ഇറ്റ് ദറംസ്? ഈസ് ഇറ്റ് റിയാൽ? അല്ല. then വാട്ട് ഈസ് മണി? വാട്ട് ഈസ് മണി? ഞാൻ സമ്മതിച്ചു, ഞാൻ നിന്നെ പ്രണയിക്കാം, ഞാൻ നിന്റെ കൂടെ നിൽക്കാം. പക്ഷെ എന്താണ് ഞാൻ? ആരാണ് ഞാൻ? ഞാൻ പറഞ്ഞു, ഞാൻ തോറ്റു, ഞാൻ തോറ്റു. എനിക്കറിയില്ല ആരാണ് നീ, ആരാണ്. അപ്പോ അവൾ എന്നോടൊരു കഥ പറഞ്ഞു. കഥ ഇന്നൊന്നും നടക്കുന്നതല്ല. നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുന്നേ, നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഒരു കഥ. അന്ന് മനുഷ്യർ, നമ്മളുടെ പൂർവികർ, അവര് ഇങ്ങനെ ഓരോ സാധനങ്ങൾ, ബിസിനസ് എന്നൊന്നും അവർക്ക് അറിയത്തില്ല. അവരുടെ എബിലിറ്റി വെച്ചിട്ട്, ഓരോരുത്തരുടെ എബിലിറ്റി വെച്ചിട്ട് അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ ഉണ്ടാക്കും. ചിലരത് കൃഷിയായിരിക്കും, ചിലര് അത് ഒരു വളർത്തു മൃഗത്തെ വളർത്തുന്നതായിരിക്കും, അതല്ലെങ്കിൽ മറ്റു ചിലര് ചെയ്യുന്നത് വേറെന്തെങ്കിലും അവരുടെ സ്കില്ല് വെച്ചിട്ടുള്ള എന്തെങ്കിലും മേശരി പണിയായിരിക്കും, അതല്ലെങ്കിൽ എന്തെങ്കിലും പാ നെയ്യുന്നതായിരിക്കും. അങ്ങനെയുള്ള അവരുടെ കഴിവുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഇവരെല്ലാവരും കൂടെ തീരുമാനിക്കുകയാണ്. ഇപ്പൊ നമ്മൾ കിങ്സ് ക്ലബ്ബുകാർ, നമ്മൾ ലോകത്തിന്റെ പല ഭാഗത്തുള്ളവരാ. എന്നിട്ട് നമ്മൾ എന്ത് തീരുമാനിച്ചു? എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6:30 മുതൽ 7:30 വരെ ഇവിടെ എത്തും എന്ന് പറഞ്ഞ പോലെ ആ ഗ്രാമത്തിലുള്ള എല്ലാവരും കൂടെ തീരുമാനിച്ചു, ഒരു സമയം, ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ അവിടെ ഒത്തുകൂടും. അന്ന് നമ്മളുടെ കയ്യിലുള്ള, നമ്മളുടെ സ്കില്ല്, നമ്മുടെ എബിലിറ്റി ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കിയ സാധനമായിട്ട് വേണം അങ്ങോട്ട് വരാൻ. അപ്പം അജിത്ത് വരുന്നത് വളവുമായിട്ടാണ് വരുന്നത്, ഞാൻ വരുന്ന കുറെ പച്ചക്കറിയായിട്ടാണ് വരുന്നത്, ആനന്ദ് വരുന്നത് കുറച്ച് ഇറച്ചിയായിട്ടാണ് വരുന്നത്, ഇബ്രാഹിമിക്ക കുറച്ച് പാലുമായിട്ട് വരികയാണ്, മുജീബിക്ക കുറച്ച് ടോയ്സുമായിട്ട് വരികയാണ്, ഉണ്ണിയേട്ടൻ കുറച്ച് അരിയായിട്ട് വരിക. ഞാൻ എന്ത് ചെയ്യും? പച്ചക്കറി കുറച്ചെടുത്ത് അജിത്തിന് കൊടുത്തിട്ട് കുറച്ച് വളം മേടിക്കും. അതിൽ നിന്ന് കുറച്ച് പച്ചക്കറി എടുത്ത് ഉണ്ണിയേട്ടന് കൊടുത്തിട്ട് കുറച്ച് അരി മേടിക്കും. അതിൽ നിന്ന് കുറച്ച് പച്ചക്കറി എടുത്ത് കൊടുത്തിട്ട് മുജീബിക്കയുടെ കയ്യിൽ നിന്ന് ഒരു ടോയ് മേടിക്കും. അതിൽ നിന്ന് കുറച്ച് പച്ചക്കറി എടുത്ത് ഇബ്രാഹിമിക്കയ്ക്ക് കൊടുത്തിട്ട് കുറച്ച് പാല് മേടിക്കും. ഇതേപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ളതെല്ലാം അങ്ങോട്ട് അവരുടെ കയ്യിലിരിക്കുന്ന സാധനം കൊടുത്തിട്ട് പകരം അവർക്ക് ആവശ്യമുള്ള സാധനം വാങ്ങിച്ചുകൊണ്ട് പോകും. അങ്ങനെ ഇത് വർഷങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു പേര് വന്നു, ബാർട്ടർ സിസ്റ്റം. ബാർട്ടർ സിസ്റ്റം. പക്ഷേ ഇതിനൊരു മൂല്യം കണക്കാക്കാൻ പറ്റുന്നില്ല. എൻ്റെ എത്ര പച്ചക്കറി കൊടുക്കുമ്പോഴാണ് ഇബ്രാഹിമിക്ക് എത്ര പാല് തരണം? എത്ര പച്ചക്കറി കൊടുക്കുമ്പോൾ മുജീബിക്ക എത്ര ടോയ്സ് തരണം? ഇതാകെ കൺഫ്യൂഷനായി. കാരണം വാല്യൂ അഡിഷൻസ് വരാൻ തുടങ്ങി. കൂടുതൽ മികച്ച പച്ചക്കറിയായിട്ട് അടുത്ത ആള് വന്നപ്പോഴത്തേക്കിന് ഈ പച്ചക്കറിക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ മൂല്യം ഉള്ളത് കൊണ്ട് തന്നെ അതിന് കുറച്ചുകൂടെ എന്തെങ്കിലും കൊടുക്കണം. അപ്പൊ ഇതിന് എന്ത് ചെയ്യും? അങ്ങനെ ഏതോ രാജ്യത്ത് ഏതോ മനുഷ്യൻ കണ്ടെത്തിയ ഒരു ഐഡിയ ആണ് ഞാൻ. മണി ഈസ് ആൻ ഐഡിയ. ആരുണ്ടാക്കിയതാ? മനുഷ്യനുണ്ടാക്കിയതാണ്. എന്നെ സൃഷ്ടിച്ചത് മനുഷ്യന്റെ തലച്ചോറാണ്, ദൈവമല്ല, പ്രകൃതിയല്ല. എന്നിട്ട് അവളൊരു ചിരി ചിരിക്കുകയാണ്. പക്ഷെ നീ ഉൾപ്പെടെയുള്ള ആളുകൾ എന്നെ തിരക്കുന്നത്, എന്നെ ആവശ്യപ്പെടുന്നത്
ദൈവത്തോടാണ്. ദൈവമല്ല എന്നെ സൃഷ്ടിച്ച്. ദൈവത്തിന് എൻ്റെ കാര്യത്തിൽ ഒരു പങ്കുമില്ല. നിന്നെ പോലെ ഏതോ ഒരു മനുഷ്യനാണ് എന്നെയും സൃഷ്ടിച്ചത്. സോ എന്താണ് ഞാൻ? എന്താണ് പണം? മണി ഈസ് an idea. An idea that is made up. അത് കൊള്ളാലോ, സത്യമല്ലേ? ഞാൻ പറഞ്ഞു സത്യം. എനിക്കിപ്പം നിന്നെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം, കാരണം എനിക്ക് നിന്നോട് ഇഷ്ടം കൂടുന്നു. എനിക്ക് പറഞ്ഞതാ എന്താണ് ഞാൻ ചെയ്യേണ്ടത്. അപ്പൊ അവള് പറയാണ്, ഞാൻ ഇങ്ങനെ രൂപാന്തരപ്പെട്ട് വന്നതാണ്. ആദ്യം എനിക്ക് പകരം സാധനങ്ങൾ കൊടുത്ത് വാങ്ങിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നല്ല പ്രഷ്യസ് ആയിട്ടുള്ള മെറ്റലുകളായിരുന്നു ഞാൻ എന്ന രൂപത്തിൽ. എൻ്റെ ആദ്യത്തെ രൂപം പ്രഷ്യസ് മെറ്റൽസ് ആയിരുന്നു. ചിലപ്പം നല്ല ഈ സ്റ്റോൺ ഇത്ര എണ്ണം എടുത്തു കൊടുത്തിട്ട് പറയാണ്, ഓക്കെ ഇത്രയും ഞാൻ തന്നു. ആ പർട്ടിക്കുലർ മെറ്റൽ പീസ് ആയിരുന്നു ആദ്യത്തെ എൻ്റെ രൂപം. പിന്നീട് ആ മെറ്റൽ പീസുകൾ മാറിയിട്ട്, ആദ്യം ഇതിനൊരു ഷേപ്പ് ഒന്നും ഇല്ലായിരുന്നു. അത് ചിലപ്പം ഒരു റൗണ്ട് ആയിരിക്കും, ചിലപ്പം അത് ആ മെറ്റലിന്റെ ഷേപ്പ് ആയിരുന്നു. ഓരോ ടൗണിലും ഓരോ വില്ലേജിലും ഓരോ മെറ്റൽ സെലക്ട് ചെയ്തിട്ട് പറയാണ്, ഇതാണ് ഇവിടുത്തെ മണി. അപ്പം നേരത്തെ ഞാൻ ഇബ്രാഹിമിക്കയ്ക്ക് പച്ചക്കറി കൊടുക്കുമ്പോൾ എനിക്ക് പാലാണ് തരുന്നതെങ്കിൽ, ഞാൻ ഇപ്പൊ പച്ചക്കറി കൊടുക്കുമ്പോൾ ഇതേലൊരു മെറ്റൽ പീസാണ് എനിക്ക് തരാൻ തുടങ്ങി. മെറ്റൽ. അത് കഴിഞ്ഞ് അപ്പം മറ്റൊരു ഗ്രാമത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവിടുത്തെ മെറ്റൽ പീസ് ഇവിടെ എടുക്കത്തില്ല, ഇവിടുത്തെ മെറ്റൽ പീസ് അവിടെ എടുക്കത്തില്ല. അപ്പൊ അത് ആ ബിഗർ മാർക്കറ്റിൽ പിന്നെയും പ്രശ്നം ഉണ്ടായി. അപ്പൊ എന്തുണ്ടായി? അങ്ങനെ കുറെ ഗ്രാമങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് മറ്റൊരു രൂപം കൊടുത്തു. അതാണ് കോയിൻ. കോയിൻ. അവരെല്ലാവരും കൂടെ ഓരോന്ന് ഓരോ മൂല്യം ഇട്ടിട്ട് പറഞ്ഞു, ദിസ് ഈസ് കോയിൻ. പിന്നെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്കിന് അടുത്ത ബുദ്ധിമുട്ട്. എത്രയെന്നും പറഞ്ഞിട്ടാ ഇത് മടി വെച്ചോണ്ട് നടക്കുന്നത്, എത്രയെന്നും പറഞ്ഞിട്ടാ ഇത് ചുമന്നുകൊണ്ട് നടക്കുന്നത്. കാരണം കൂടുതൽ വാല്യൂ കൊടുക്കുന്നവന് കൂടുതൽ കോയിൻസ് കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് ഇവന് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, എണ്ണി തീർക്കാൻ പറ്റുന്നില്ല, കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോ കുറെ കോയിനുകൾ കൊടുത്തു കഴിയുമ്പോ ദേ കൺവേർട്ടഡ് ഇറ്റ് ഇൻ ടു പേപ്പർ. എന്നെ പേപ്പറിന്റെ രൂപത്തിലേക്ക് മാറ്റി. പേപ്പറിന്റെ രൂപത്തിലേക്ക് മാറ്റി. അത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ പേപ്പറുകളും ആളുകൾക്ക് ബുദ്ധിമുട്ട്. എത്ര എന്നും പറഞ്ഞാൽ ഇത് കൊണ്ട് നടക്കുന്നേ. അപ്പോഴത്തേക്ക് എന്താക്കി? ഇതിനെ കാർഡിന്റെ രൂപത്തിലേക്ക് മാറ്റി. അതിന് പേരിട്ടു ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് എന്ന പേരിട്ടു. അങ്ങനെ ഈ കാർഡ് കൊണ്ട് നടക്കണം. അപ്പൊ ഈ കാർഡ് കൊണ്ട് നടക്കുമ്പോഴത്തേക്കിന് അതും ബുദ്ധിമുട്ട്, അതും അതിനേക്കാൾ ബുദ്ധിമുട്ട്. അപ്പോ എന്ത് ചെയ്തു? ഈ കാർഡ് ആദ്യം ഈ രൂപത്തിലേക്കാക്കി. ഈ രൂപത്തിലേക്ക് ഫോൺ, ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത് ഫോൺ ആയതുകൊണ്ട് എന്നെ പതുക്കെ ഫോണിലേക്ക് മാറ്റി. ഫോണിൽ നിന്നും ഇപ്പോ അതിന് പുതിയൊരു രൂപം കൊടുത്തിട്ടുണ്ട്. ബിറ്റ് കോയിൻ പോലുള്ള ഡിജിറ്റൽ മണിയായിട്ട് എന്നെ മാറ്റിയിരിക്കുകയാണ്. ഡിജിറ്റൽ മണി. ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന എന്താണെന്ന് അറിയോ? എനിക്ക് ആദ്യം എൻ്റെ തുടക്കം എന്തായിരുന്നു? ഐ വാസ് ഷേപ്പ്ലെസ്. എനിക്കൊരു രൂപമില്ലായിരുന്നു. ഞാൻ ഇന്ന് തിരിച്ച് അവിടേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് ഡിജിറ്റൽ മണി? എന്താണ് ഡിജിറ്റൽ മണി? ഇറ്റ് ഈസ് നോട്ട് ഹാവിങ് എ ഷേപ്പ്. ഇറ്റ് ഈസ് നൗ ഇൻവിസിബിൾ. അപ്പൊ അവൾ എന്നോട് ഈ കഥ പറഞ്ഞു തരുമ്പോ ഞാൻ അന്തം വിട്ടിരിക്കുകയാണ്. ദൈവമേ, എനിക്ക് വേണ്ടത് ഇതാണ്, എന്നിട്ട് അതിനെക്കുറിച്ച് എനിക്ക് ഒന്നും അറിയത്തില്ലല്ലോ. ഞാൻ പ്രണയം അഭ്യർത്ഥിക്കാൻ വന്നിരിക്കുന്ന പെണ്ണിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ഞാൻ കേവലം അവളെ കുറച്ച് ദിവസം കണ്ടു, അല്ലെങ്കിൽ അവളെ കുറിച്ച് കേട്ടു. ആ സൗന്ദര്യം കണ്ടോട്ട് ഞാൻ വന്ന് പ്രണയം. ഞാൻ എന്തൊരു മണ്ടനാണ്. അപ്പൊ അവള് പറഞ്ഞു, എന്നെക്കുറിച്ച് അറിയാത്ത നിനക്ക് എന്നെ പ്രണയിക്കാൻ പറ്റില്ല. നീ കാണിക്കുന്നത് മുഴുവൻ പ്രണയമല്ല, അഭിനയമാണ്.
നീ ശരിക്കെന്ന് എന്നെ പ്രണയിക്കുന്നോ അന്ന് ഞാൻ നിന്നെ പ്രേമിക്കാം, അന്ന് നിന്റെ കൂടെ ഞാൻ കൂടാം. ഞാൻ പറയും മതി മതി മതി, എനിക്ക് തന്നെ മനസ്സിലായി നിന്നെ പോലെ ഒരാളിനെ ഞാൻ അർഹതപ്പെടുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ വിടാൻ തയ്യാറല്ല. എനിക്ക് നിന്നെ വേണം, എനിക്ക് നീ കൂടിയേ തീരൂ. ഈ ജീവിതം തന്നെ നിനക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കും. പറ, ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്തു തരാം? ഞാൻ എന്ത് ചെയ്താൽ നീ എന്നെ പ്രണയിക്കും? ചെട്ടിയാരെ, അന്ന് അവൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഒരു 12 കാര്യങ്ങൾ വേണം. 12 കാര്യങ്ങൾ ചെയ്തു തരണം. ഈ 12 കാര്യങ്ങൾ ചെയ്തു തരാമെങ്കിൽ എന്നും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. എന്ന് നീ ഇതിന്റെ അകത്തുനിന്ന് ഓരോന്ന് കുറയ്ക്കുന്നുവോ അന്ന് അത്രയും മാത്രമേ ഞാൻ നിന്നെ പ്രണയിക്കൂ. എന്റെ ആവശ്യം, എന്റെ നീഡ്, എന്റെ വാണ്ട് ഈ 12 എണ്ണമാണ്. ഈ 12 എണ്ണം നീ പാലിക്കുകയാണെങ്കിൽ ഒരു നിമിഷം പോലും നിന്റെ അടുത്തൊന്ന് പിണങ്ങി മാറി ഞാൻ നിൽക്കില്ല. പക്ഷെ ഈ 12 എണ്ണം നീ പാലിച്ചാൽ എന്നും 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 ഞാൻ നിന്നെ പ്രണയിക്കും. നിന്റെ കാമുകിയായിട്ട് ഞാൻ തുടരും. ആ 12 മെസ്സേജസ് ഫ്രം മൈ ലവർ, അത് വിത്ത് ഹെർ പെർമിഷൻ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്നേഹിക്കുന്ന അവളുടെ പെർമിഷനോടുകൂടി ഞാനത് ഷെയർ ചെയ്യാൻ പോവാണ്. റിസീവ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. യെസ്, വെരി ഗുഡ്, വെരി യെസ്. അപ്പോ എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം, ഫിസിക്സ് പഠിച്ചായിരുന്നോ? ഞാൻ പറഞ്ഞു പിന്നെ, സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, കോളേജിൽ പഠിച്ചിട്ടുണ്ട്, ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ട്. കാരണം ഞാൻ മാത്സ് ആയിരുന്നു, അപ്പം എൻ്റെ ഫിസിക്സ് മാൻഡേറ്ററി ആയിരുന്നു, അവിടെയും പഠിച്ചിട്ടുണ്ട്. പിന്നെ അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു, വാട്ട് ഈസ് ക്വാണ്ടം ഫിസിക്സ്? വാട്ട് ഈസ് ക്വാണ്ടം ഫിസിക്സ്? യെസ്, അതെനിക്കറിയാം, എനിക്കറിയാം. അതെന്തുവാ? എവറിത്തിങ് ഈസ് എനർജി. നമുക്ക് ചുറ്റും എനർജിയുടെ ഒരു വലയമാണ് എന്ന് നമ്മൾ ക്വാണ്ടം ഫിസിക്സിൽ പഠിച്ചു. യെസ്, അത് ശരിയാണ്. ഇഫ് എവറിത്തിങ് അറൗണ്ട് യു ഈസ് എനർജി, ഹു ആം ഐ? എങ്കിൽ ഞാൻ ആരാ? നിനക്ക് ചുറ്റുമുള്ള എല്ലാം എനർജി ആണെങ്കിൽ ഞാൻ ആരാ? ആരാണ് നീ? ഞാനും ഒരു എനർജിയാണ്. ഞാനും ഒരു എനർജിയാണ്. എനർജിയുടെ പ്രത്യേകത എന്താ? നമുക്ക് ചുറ്റുമുള്ള എനർജി നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ആണല്ലോ ഈ എനർജി എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഞങ്ങളെ പോലെ കുറച്ചു പേരിലേക്ക് ഈ എനർജി വരുന്നില്ല? നീ എന്തുകൊണ്ട് ഞങ്ങളിലേക്ക് വരുന്നില്ല? ഇഫ് ഇറ്റ് ഈസ് എനർജി, എല്ലാവർക്കും ഒരുപോലെ ഇത് യൂസ് ചെയ്യാൻ പറ്റണമല്ലോ, പിന്നെ എന്തുകൊണ്ടായിരിക്കും? അപ്പോ അവള് ചെയ്തത്, ആ കടയിലെ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ 2 ഗ്ലാസ്സിൽ വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. വാ നമുക്ക്. അപ്പം എം കോളേജിന്റെ ഫ്രണ്ടിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അവിടുത്തെ നമ്മുടെ സ്ഥിരം ചായക്കടയല്ല ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പൊ പറഞ്ഞു, വാ നമുക്ക് ലാബിൽ വരെ പോവാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ ലാബിലോട്ട് പോയി. അപ്പം പോകുമ്പോൾ ഈ 2 ഗ്ലാസ് വെള്ളം കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു. ഈ വെള്ളത്തിനോട് പല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. ഈ വെള്ളത്തിനോട്, ആ ഗ്ലാസ്സിലെ വെള്ളത്തിന്റെ അടുത്ത് എന്ത് ചെയ്യാൻ തുടങ്ങി? അത് പ്ലെയിൻ ഗ്ലാസ് ആണ്, അപ്പൊ നമുക്ക് കാണാം, ആ വെള്ളം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ വെള്ളത്തിനോട് കുറേ നെഗറ്റീവ് വാക്കുകൾ പറഞ്ഞു. കുറേ 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 ഒച്ചത്തിൽ അലറാൻ തുടങ്ങി. കുറേ ഭയങ്കരമായിട്ടുള്ള മരണത്തെക്കുറിച്ചും തോൽവികളെക്കുറിച്ചും ഇതുവരെയുള്ള കഷ്ടപ്പാടിനെ കുറിച്ചും ഈ ജാതകത്തെക്കുറിച്ചും ചൊവ്വാദോഷത്തെക്കുറിച്ചും അതിനെക്കുറിച്ചും, എന്നിട്ട് ഭയങ്കര ഒച്ചത്തിൽ ശബ്ദമൊക്കെ വെക്കാൻ തുടങ്ങി. ഭയങ്കര ഒച്ചത്തിൽ, എന്നിട്ട് ഭയങ്കര ഹൈ വോളിയത്തിൽ മ്യൂസിക് ഒക്കെ ഇട്ടങ്ങോട്ട് പടപടപടയെന്ന് അടിക്കുന്ന രീതിയിൽ ആകെ മൊത്തം ബഹളം, എന്നാൽ നെഗറ്റീവാണ്. എന്നിട്ട് ഈ ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ടുവന്ന് മൈക്രോസ്കോപ്പിന്റെ അകത്തൂടെ ഇങ്ങനെ നോക്കി.
നോക്കിയപ്പോ അത്ഭുതമാണ്. നമ്മുടെ കണ്ണിൽ കാണുമ്പോൾ ആ വെള്ളത്തിന് ഒരു മാറ്റവും ഇല്ല. പക്ഷേ ഒരു പ്രത്യേകതരം മൈക്രോസ്കോപ്പിൽ കൂടി ഈ നെഗറ്റീവ് എനർജി മുഴുവൻ ഇതിലേക്ക് കൊടുത്തതിന് ശേഷം ഇതിൽ കൂടി നോക്കുമ്പോൾ ആ വെള്ളം ഭയങ്കര വൃത്തികേടായി കിടക്കുകയാണ്. അഗ്ലി വാട്ടർ, നമുക്ക് ഉപയോഗശൂന്യമാണ്. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ മാറ്റി വെക്കും. ഏ അവൻ പറഞ്ഞു, പോയി അടുത്ത ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ പോയി അടുത്ത ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വന്ന് അവിടെ വെച്ചു. മറ്റേതിൻ്റെ അടുത്ത് ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങി. അവിടെ നെഗറ്റീവ് വാക്കുകളായിരുന്നെങ്കിൽ ഇവിടെ പോസിറ്റീവ് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഇവിടെ മന്ത്രങ്ങൾ ജപിക്കാൻ തുടങ്ങി. ഇവിടെ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി. ഇവിടെ കുറച്ചു നേരം സൈലൻസ് കൊടുത്തു. എന്നിട്ട് നല്ല ക്ലാസിക്കൽ മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്തു. വളരെ മൈൽഡായിട്ടുള്ള സബ്ലിമിനൽ മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്തു. അതിനുശേഷം ഈ വെള്ളം എടുത്ത് അതേ മൈക്രോസ്കോപ്പിൽ കൂടി നോക്കി. ഡയമണ്ട് പോലെ, ക്രിസ്റ്റല് പോലെ, മഴവില്ല് പോലെ തെളിഞ്ഞിരിക്കുന്നു. എന്നെ നോക്കി. അവള് ചോദിച്ചു ഒരു ചിരിയോടുകൂടി, എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലായി? എന്തുകൊണ്ട് കുറച്ചു പേർക്ക് എന്നെ കിട്ടുന്നില്ല? കുറച്ചു പേരിലേക്ക് ഞാൻ എന്തുകൊണ്ട് ചെല്ലുന്നില്ല? ഈ നീ കണ്ടില്ലേ ഈ അളിഞ്ഞ വെള്ളം? അവിടേക്ക് ഞാൻ പോവില്ല. അങ്ങനെയുള്ള അന്തരീക്ഷത്തിലേക്ക് എനിക്ക് പോകാൻ ഇഷ്ടമല്ല. ഇപ്പൊ നീ നിൽക്കുന്ന സ്ഥലത്ത് നിനക്ക് ചുറ്റും നീ എന്നും കേൾക്കുന്നത് നെഗറ്റീവ് വാർത്തകളാണ്. രാവിലെ എണ്ണീറ്റാൽ വർഷങ്ങളായിട്ട് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം പത്രം വായിക്കുക എന്നുള്ളതാണ്. എന്താണ് ആ പത്രത്തിന്റെ തലക്കെട്ട്? ഇന്ന് നീ എന്താ വായിച്ചേ? ശരിയാണല്ലോ. ഇന്നും വായിച്ചത് സേലത്ത് വാഹനാപകടം, 6 മലയാളികൾ മരണപ്പെട്ടു. രാവിലെ ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് ഞാൻ വായിച്ചത് അതായിരുന്നു. ശരിയാണല്ലോ. നിനക്ക് ചുറ്റുമുള്ളവരെന്താ പറയുന്നത്? ഓ, നിനക്ക് സമയദോഷമാണ്, നിനക്ക് കഴിവില്ല, നിന്നെ ഒന്നിനും കൊള്ളില്ല. അവരെന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവർ പൊളിറ്റിക്സിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ മറ്റുള്ളവരെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒച്ചയും ബഹളവും മാത്രമാണ്. അവിടെ സൈലൻസ് ഇല്ല. എവറിത്തിങ് ഈസ് നെഗറ്റീവ്. ഇനി നീ പറ, അങ്ങനൊരു വീട്ടിലേക്ക്, അങ്ങനൊരു മനസ്സിലേക്ക്, അങ്ങനൊരു വ്യക്തിയിലേക്ക് ഞാൻ എങ്ങനെ വന്ന് ചേരും? കാരണം ഞാൻ ഇനി എൻ്റെ ജീവിതം ജീവിക്കേണ്ടത് അങ്ങനെ ഒരാളുടെ കൂടെയാണ്. ഇങ്ങനൊരാളിനെ ഞാൻ തിരഞ്ഞെടുക്കുവോ? ഇല്ല. അപ്പം ഞാൻ നിന്നെ പ്രണയിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? ഈ രണ്ടാമത്തെ ഗ്ലാസ്സിലെ വെള്ളം പോലെയാകണം ഞാൻ. അതിന് നീ എന്ത് ചെയ്യണം? ഞാൻ പോസിറ്റീവ് കാര്യങ്ങൾ കേൾക്കണം, പോസിറ്റീവ് ആളുകളുമായിട്ട് സഹകരിക്കണം, പോസിറ്റീവ് എൻവയോൺമെന്റിൽ ഞാൻ നിൽക്കണം, പോസിറ്റീവായിട്ടുള്ള നല്ല പ്രാർത്ഥനകൾ കേൾക്കണം, മെഡിറ്റേറ്റ് ചെയ്യണം, സൈലൻസ് എൻജോയ് ചെയ്യണം, നല്ല മ്യൂസിക് കേൾക്കണം. യെസ്. അങ്ങനെ വരുമ്പോൾ നിന്റെ മനസ്സ് ഈ രണ്ടാമത്തെ ഗ്ലാസ് വെള്ളം പോലെയാകും. അന്ന് ഞാൻ നിന്നെ പ്രണയിക്കും. അന്ന് ഞാൻ മനസ്സിലാക്കി, എന്നോട് മറ്റുള്ളവർ പറയുന്നത് മാത്രമല്ല, ഞാൻ മറ്റുള്ളവരോട് പറയുന്നത് പോലും ഈ ഗ്ലാസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലിരിപ്പുണ്ട്, ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അന്നു മുതൽ ഞാൻ എന്നോട് പറയുന്ന വാക്കുകൾ, എൻ്റെ സെൽഫ് ടോക്കുകൾ നിയന്ത്രിക്കാൻ തുടങ്ങി. അന്നു മുതൽ മറ്റുള്ളവരോട് പറയുന്ന കാര്യങ്ങൾ ഞാൻ നിയന്ത്രിക്കാൻ തുടങ്ങി. അന്നു മുതൽ എൻ്റെ മക്കളോടും എൻ്റെ ഭാര്യയോടും എൻ്റെ സ്റ്റാഫിനോടും എൻ്റെ കസ്റ്റമറോടും ഒക്കെ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എൻ്റെ വാക്കുകൾ, എൻ്റെ ചിന്തകൾ വളരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അന്നു മുതൽ ചെറുതായി 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 അവക്ക് എന്നോട് ഇഷ്ടം തുടങ്ങി. അന്ന് ഞാൻ മനസ്സിലാക്കി, എവറിത്തിങ് ഐ സേ ഹാസ് ആൻ എഫക്റ്റ്, എവറിത്തിങ് ഐ തിങ്ക് ഹാസ് ആൻ എഫക്റ്റ്. നമുക്ക് പെട്ടെന്നൊന്നും തോന്നത്തില്ല, പെട്ടെന്നൊന്നും അഫക്റ്റ് ചെയ്യത്തില്ല. ബട്ട് ഇൻ എ ലോങ് ടൈം ഇറ്റ് ഈസ് ഗോയിങ് ടു അഫക്റ്റ് മീ എന്ന് മനസ്സിലായി. അതിന് തീർച്ചയായിട്ടും ഒരു എഫക്റ്റ് ഉണ്ടാകും എന്ന് മനസ്സിലായി. അന്ന് ഞാൻ മനസ്സിലാക്കി, മൈ ഇന്നർ ടോക്ക്, മൈ ഔട്ടർ വേൾഡിലേക്കുള്ള എൻ്റെ സംസാരം, എൻ്റെ വാക്കുകൾ, വേർഡ്സ് ക്രിയേറ്റ് മൈ
വേൾഡ് എന്ന് മനസ്സിലായി. എൻ്റെ ചിന്തകളിലെ വാക്കുകളും എൻ്റെ നാക്കിൽ വരുന്ന വാക്കുകളും എനിക്ക് ചുറ്റും കേൾക്കുന്ന വാക്കുകളും എൻ്റെ ലോകം സൃഷ്ടിക്കുമെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. ആ വാക്കുകൾ സൃഷ്ടിക്കുന്നത് എവിടെ നിന്നാണ്? എൻ്റെ ചിന്തകളിൽ നിന്ന്. എൻ്റെ ചിന്തകളിൽ നിന്ന് വാക്കുകൾ സൃഷ്ടിക്കുന്നു. ആ വാക്കുകൾ എനിക്ക് ചുറ്റുമുള്ള ലോകം സൃഷ്ടിക്കുന്നു എന്ന് മനസ്സിലായി. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ ഭയങ്കര ഒരു നിരീശ്വരവാദിയൊക്കെ ആയിരുന്നു അതുവരെ. ഐ എം ടോക്കിംഗ് അബൌട്ട് സ്പിരിച്വൽ, നോട്ട് റിലീജിയസ്. അതുവരെ എൻ്റെ കണ്ണിൽ കാണാത്തതൊന്നും ഞാൻ വിശ്വസിക്കില്ലായിരുന്നു. ഞാൻ വിശ്വസിച്ചിരുന്നതെല്ലാം വിസിബിൾ തിങ്സ് ആണ് ഏറ്റവും പവർഫുൾ, കണ്ണിൽ കാണാത്തതൊന്നും പവർഫുൾ അല്ല എന്നായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത്. ബട്ട് അന്ന് മനസ്സിലാക്കി, ഇൻവിസിബിൾ ഈസ് ഓൾവേസ് പവർഫുൾ ദാൻ വിസിബിൾ. എഴുതിക്കോ, എന്താ മനസ്സിലാക്കുന്നത്? ഇൻവിസിബിൾ ഈസ് ഓൾവേസ് പവർഫുൾ ദാൻ വിസിബിൾ. കാണാൻ പറ്റാത്തത് കാണാൻ പറ്റുന്നതിനേക്കാൾ പവർഫുൾ ആണ് എന്ന് മനസ്സിലായി. ഞാൻ അവളോട് തർക്കിക്കാൻ നിന്നില്ല. കാരണം നമ്മൾ പ്രണയം അഭ്യർത്ഥിക്കാൻ നിൽക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത് ആരും ആർഗ്യുമെന്റിന് പോവില്ലല്ലോ. ഞാനും തർക്കിച്ചില്ല. എൻ്റെ വിശ്വാസത്തിനെതിരായിരുന്നു എങ്കിലും ഞാൻ തർക്കിച്ചില്ല. കാരണം എന്താ? എനിക്ക് അവളെ പ്രണയിക്കണം. അപ്പം അവളുടെ ഇഷ്ടങ്ങൾ ഇന്നു മുതൽ എൻ്റെയും ഇഷ്ടമാണ്. അന്ന് എനിക്ക് മനസ്സിലായി, ഇൻവിസിബിൾ ഈസ് മോർ പവർഫുൾ ദാൻ വിസിബിൾ. ഞാൻ കാണാത്തതാണ് കാണുന്നതിനേക്കാൾ പവർ ഉള്ളത് എന്ന് മനസ്സിലായി. അതിന് അവൾ ഒന്ന് രണ്ട് എക്സാമ്പിൾ എനിക്ക് പറഞ്ഞു തന്നു. ഇലക്ട്രിസിറ്റി, നമ്മൾ ഈ നിൽക്കുന്ന ലാബിൽ കറണ്ട് ഉണ്ട്. ഈസ് ഇറ്റ് വിസിബിൾ? നോ. നീ എന്ന് പറയുന്ന ആളിനെ കാണാം. യെസ്, ഇറ്റ്സ് വിസിബിൾ. ആ ഇൻവിസിബിൾ ആണോ വിസിബിൾ ആയിട്ടുള്ള നീയാണോ പവർഫുൾ? ഒന്ന് പോയി തൊട്ട് നോക്കിക്കേ. യെസ്, ദാറ്റ് ഇൻവിസിബിൾ ഈസ് മോർ പവർഫുൾ ദാൻ ദിസ് വിസിബിൾ തിങ്. ഈ കാണാൻ പറ്റുന്ന മനുഷ്യ ശരീരത്തെക്കാൾ പവർ ഉണ്ട് കാണാൻ പറ്റാത്ത ഇലക്ട്രിസിറ്റിക്ക്. നമ്മളിപ്പോൾ നിൽക്കുന്ന 7ാമത്തെ നിലയിലാണ്. ഇവിടെ നിന്ന് താഴേക്ക് ചാടുകയാണ്. നമ്മൾ താഴോട്ട് തന്നെ പോകത്തുള്ളൂ. എന്തെങ്കിലും ഒരു സാധനം എടുത്ത് താഴോട്ടിട്ടാൽ താഴോട്ട് തന്നെ അത് പോകത്തുള്ളൂ. വൈ? ഞാൻ പറഞ്ഞത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഈസ് ഇറ്റ് വിസിബിൾ? നോ. ഈസ് ഇറ്റ് പവർഫുൾ? യെസ്. കാണാൻ പറ്റുന്ന ഏതൊരു വസ്തുവിനേക്കാളും പവർഫുൾ ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന ഇൻവിസിബിൾ തിങ്. കുറച്ചു നേരത്തേക്ക് നിനക്ക് ശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? അയ്യോ, ഞാൻ പറഞ്ഞ ഒന്നാമത് എനിക്ക് ശ്വാസം മുട്ടലുള്ളതാ. നീ ശ്വസിക്കുന്ന വായു നിനക്ക് കാണാൻ പറ്റുമോ? ഇല്ല, ഇറ്റ്സ് ഇൻവിസിബിൾ. അതില്ലെങ്കിൽ നീയുണ്ടോ? വിസിബിളായ നീയുണ്ടോ? ഇല്ല. യെസ്, ഇൻവിസിബിൾ ഈസ് മോർ പവർഫുൾ ദാൻ വിസിബിൾ. എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നില്ലയോ അത് കാണാൻ പറ്റുന്നതിനേക്കാൾ പവർഫുൾ ആണ്. ഇറ്റ് ചേഞ്ച് മൈ മൈൻഡ്, ഇറ്റ്സ് ചേഞ്ച് മൈ ലൈഫ്. അന്ന് വരെ ഞാൻ എൻ്റെ ജീവിതത്തെ അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു. കണ്ണിൽ കാണാത്തതൊന്നും വിശ്വസിക്കരുത് എന്നായിരുന്നു എൻ്റെ ഐഡിയോളജി. തെറ്റായിരുന്നു. കണ്ണിൽ കാണാത്ത പലതിനും നമ്മളെക്കാൾ, നമ്മളുടെ പവറിനേക്കാൾ വൻ പവറാണെന്ന് മനസ്സിലായി. സോ കാണുന്നതിന് നമ്മൾ എന്തൊക്കെ കാണുന്നുണ്ടോ ഇറ്റ് ഈസ് ഹാവിങ് എ ലോട്ട് ഓഫ് ലിമിറ്റേഷൻസ്. പക്ഷെ കാണാൻ പറ്റാത്തതിന് ലിമിറ്റേഷൻസ് ഇല്ല. അതുകൊണ്ട് നിനക്കെന്നെ പ്രണയിക്കണമെങ്കിൽ, ഇഫ് ഐ വാണ്ട് ടു ലവ് യു, 2 കാര്യങ്ങൾ നീ മനസ്സിലാക്കണം. എന്നെ സംബന്ധിക്കുന്ന 2 കാര്യങ്ങൾ നീ മനസ്സിലാക്കണം. ആൻഡ് ദാറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ. ഞാൻ നിന്നെ പ്രണയിക്കണമെങ്കിൽ ഈ ഫൗണ്ടേഷൻ നീ അറിഞ്ഞിരിക്കണം. 2 കാര്യങ്ങൾ. 2 കാര്യം. ഒന്ന്, ഞാൻ മണി ഈസ് ആൻ ഐഡിയ. ഞാൻ ആരുടെയോ മനസ്സിലുദിച്ച ഒരാശയമാണ് ഞാൻ. 2, എവരിത്തിങ് ഈസ് എനർജി.
ഈ രണ്ട് കാര്യങ്ങൾ നീ പൂർണ്ണമായി മനസ്സിലാക്കണം. എല്ലാം എനർജിയാണ്. നീ വിശ്വസിക്കുന്ന ദൈവവും അതൊരു എനർജിയാണ്. അതിന് നമ്മളൊരു മനുഷ്യരൂപം നൽകി എന്ന് മാത്രമേ ഉള്ളൂ. അതിന് പല പേരിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. എവരിത്തിങ് ഇസ് എനർജി. ഈ രണ്ട് കോൺസെപ്റ്റ് ആണ് നിനക്ക് എന്നെ പ്രണയിക്കാനുള്ള അടിസ്ഥാന യോഗ്യത. ഈ രണ്ട് കാര്യങ്ങൾ നീ മനസ്സിലാക്കിയാൽ ഐ വിൽ സ്റ്റാർട്ട് ലവിങ് യു. കാരണം ഒരാൾക്ക് മറ്റൊരാളോട് പ്രണയം തോന്നണമെങ്കിൽ അയാളെ മനസ്സിലായി എന്ന് മറ്റേയാൾക്ക് ഉറപ്പ് വരണം. ഇത് രണ്ടും നിനക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ്, വി ക്യാൻ ബിക്കം ലവേഴ്സ്. ഈ രണ്ട് കാര്യം മനസ്സിലാക്കിക്കൊണ്ട് എനിക്കൊരു 12 കാര്യങ്ങൾ വേണം. ആ 12 കാര്യങ്ങൾ നീ പാലിച്ചു തരാമെങ്കിൽ എന്നും എന്നും ഞാൻ നിന്നെ പ്രണയിക്കും. ഒരിക്കലും ഞാൻ നിന്നെ വിട്ടുപോവില്ല. നിനക്ക് ആഗ്രഹമുള്ളതെല്ലാം എൻ്റെ പവർ ഉപയോഗിച്ച് ഞാൻ നേടിത്തരും. എന്തും നേടാനുള്ള പവർ എനിക്കുണ്ട്. നീ ഒരു കാര്യം ചെയ്താൽ മതി. ഈ ഫൗണ്ടേഷൻ മേൽ ഞാൻ ഇനി പറയാൻ പോകുന്ന 12 എൻ്റെ ബേസിക് നീഡ്സ് നീ പാലിച്ചു തന്നാൽ മതി. ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. ബാക്കി നിന്റെ കാര്യം ഞാൻ ഏറ്റു. യു ടേക്ക് കെയർ ഓഫ് മീ, ഐ വിൽ ടേക്ക് കെയർ ഓഫ് യു. ഇഫ് യു ടേക്ക് കെയർ ഓഫ് മീ ആൻഡ് മൈ നീഡ്സ്, ഐ വിൽ ടേക്ക് കെയർ ഓഫ് യുവർ ലൈഫ്. സോ ആ 2 ഗ്ലാസ് വെള്ളം എടുത്തു വെച്ചിട്ട് പറഞ്ഞത് ഇതാണ്: ജസ്റ്റ് ഷിഫ്റ്റ് ദ എനർജി, എവറിത്തിങ് വിൽ ചേഞ്ച്. മുജീബിക്ക, അന്ന് ഞാൻ എൻ്റെ നാട് വിട്ടു. അന്ന് എനിക്ക് ചുറ്റുമുള്ള എല്ലാ സാഹചര്യങ്ങളെയും ഞാൻ കട്ട് ചെയ്തു. അന്ന് എനിക്ക് ചുറ്റുമുള്ള എല്ലാ ആളുകളെയും ഞാൻ കട്ട് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, 32 വയസ്സിന് മുന്നേ ഉള്ള ഞാനല്ല 32 വയസ്സിന് ശേഷം കഴിഞ്ഞ 6 വർഷമായിട്ടുള്ള ഞാൻ. ഈ 32 വർഷത്തിന് മുന്നേ എനിക്ക് പരിചയമുള്ള ഒരാളുമായിട്ടും ഞാൻ പിന്നീട് മണി ഡീലിങ്സ് നടത്തിയിട്ടില്ല. അവരുമായിട്ട് ഞാൻ അധികം യാതൊരുവിധ രീതിയിലുള്ള ബന്ധവും വെച്ച് പുലർത്തിയിട്ടില്ല. കാരണം ഞാൻ അവരോടൊപ്പം നിന്നപ്പോൾ ആദ്യത്തെ ഗ്ലാസ് ഓഫ് വാട്ടർ പോലെ ആയിരുന്നു എൻ്റെ മൈൻഡ്, എൻ്റെ ലൈഫ്. ദെൻ ഐ ചേഞ്ച് ദ എൻവയോൺമെന്റ്. ഐ ചേഞ്ച്. എൻ്റെ ചുറ്റുപാടുകൾ ഞാൻ മാറ്റി. എൻ്റെ ചുറ്റുപാടുകൾ മാറ്റിയപ്പോൾ എൻ്റെ ചിന്തകൾ മാറി. എൻ്റെ ചിന്തകൾ മാറിയപ്പോൾ എൻ്റെ വാക്കുകൾ മാറി. എൻ്റെ വാക്കുകൾ മാറിയപ്പോൾ എൻ്റെ പ്രവർത്തികൾ മാറി. എൻ്റെ പ്രവർത്തികൾ മാറിയപ്പോൾ എൻ്റെ ജീവിതം മാറി. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് മണി ഈസ് ആൻ എനർജി എന്ന് മനസ്സിലായി അല്ലേ? മണി ഈസ് ആൻ എനർജി. അപ്പം ഈ എനർജിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഡിഫറെന്റ് ഫ്രീക്വൻസിയിലായിരിക്കും ഇത് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. റൈറ്റ്? വാട്ട് ഈസ് എനർജി? എനർജി എങ്ങനെ മൂവ് ചെയ്യുന്നത്? ഇൻ ഡിഫറെന്റ് ഫ്രീക്വൻസി. റൈറ്റ്? അപ്പോ ലെറ്റ്സ് സേ ഇതാണ് പണത്തിന്റെ ഫ്രീക്വൻസി എന്നിരിക്കട്ടെ. നമ്മളിപ്പം നമ്മുടെ FM ചാനലൊക്കെ ഇങ്ങനെ മാറ്റും തോറും ചാനൽ മാറി 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 വരാറില്ലേ? എന്താ സംഭവം? ഓരോ ഫ്രീക്വൻസി മാറുന്നതാണ്. അപ്പം ഒന്ന് വെക്കുമ്പോഴത്തേന് നമുക്ക് ആകാശവാണി കിട്ടും, അടുത്ത വെക്കുമ്പോഴത്തേന് വേറൊരെണ്ണം കിട്ടും, അടുത്ത ഫ്രീക്വൻസി മാറുന്നതാണ്. ആ ഫ്രീക്വൻസി മാറുന്നതനുസരിച്ച് നമ്മളുടെ സ്റ്റേഷൻ മാറുന്നത് പോലെ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലുള്ളതാണ് പണം എന്ന് പറയുന്നത്. അപ്പോ ആ ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യാൻ പറ്റണം നമ്മുടെ ലൈഫിനെ. അപ്പോ പണം നമ്മളുമായിട്ട് ഈക്വൽ ആവും. പക്ഷെ വെൽത്ത്, സമ്പന്നത നമ്മളുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ, അബണ്ടൻസ് നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ പണത്തിന് മുകളിലുള്ള ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. എങ്ങനെ? യു ഹാവ് ടു വൈബ്രേറ്റ് ഇൻ എ ഹയർ ഫ്രീക്വൻസി. ലോവർ ഫ്രീക്വൻസി, ഹയർ ഫ്രീക്വൻസി. ഹയർ ഫ്രീക്വൻസിയിൽ നിന്ന് വൈബ്രേറ്റ് ചെയ്യാമെങ്കിൽ ഉള്ള ഗുണം എന്താ? ഇതിനെയൊക്കെ ഈസി ആയിട്ട് നമ്മളിലേക്ക് വലിച്ചടിപ്പിക്കാൻ പറ്റും. അപ്പോഴാണ് വി ബിക്കം അബണ്ടന്റ്. ഇവിടെ വെച്ച് കാശ് കിട്ടും, ഇവിടെ വെച്ച് അബണ്ടൻസ് കിട്ടും, ഇവിടെ വെച്ച് ഒന്നും കിട്ടില്ല.
ഇവിടെ ഒന്നും കിട്ടില്ല, പട്ടിണിയായിരിക്കും. ഇവിടെ മിഡിൽ ക്ലാസ് ആയിരിക്കും, ഇവിടെ റിച്ച് അഫ്ലുവൻ്റ് ആയിരിക്കും. ഇവിടെ കിട്ടുന്നു ചെലവാകുന്നു, കിട്ടുന്നു ചെലവാകുന്നു. ഇവിടെ കിട്ടുന്നില്ല, പട്ടിണി. ഇവിടെ നമ്മൾ വലിച്ചടിപ്പിക്കുകയാണ് സമ്പത്തിനെ നമ്മളിലേക്ക്. സോ ഈ ഒരു വേവ് ലെങ്തിലേക്ക് ഉയർന്ന ആ ഹയർ ഫ്രീക്വൻസിയിൽ നിന്ന് വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ അട്രാക്ട് വെൽത്ത്, യു ക്യാൻ അട്രാക്ട് മണി, യു ക്യാൻ അട്രാക്ട് സക്സസ് ഇൻ യുവർ ലൈഫ്. ഹാപ്പിനെസ് ഉൾപ്പെടെ നമ്മൾ അട്രാക്ട് ചെയ്യുന്നതാണ്. ഇതൊന്നും ചേസ് ചെയ്താൽ കിട്ടില്ല. സന്തോഷം അന്വേഷിച്ച് നിങ്ങളൊന്ന് പോയിക്കേ, സന്തോഷത്തെ ചേസ് ചെയ്യാൻ ശ്രമിച്ചേ, നിങ്ങളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കും. പണത്തെ ചേസ് ചെയ്യാൻ ശ്രമിച്ചേ, പണം നിങ്ങളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടേയിരിക്കും. സക്സസിനെ നിങ്ങളൊന്ന് ചേസ് ചെയ്യാൻ ശ്രമിച്ചേ, സക്സസ് നിങ്ങളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടേയിരിക്കും. ഇതിനെയൊക്കെ അട്രാക്ട് ചെയ്യണം. അത് സന്തോഷമായാലും സമ്പത്തായാലും പണമായാലും സക്സസ് ആയാലും ജീവിതത്തിൽ അട്രാക്ട് ചെയ്യേണ്ടതാണ്, അല്ലാതെ ചേസ് ചെയ്യേണ്ടതല്ല. സോ അതിനെന്ത് ചെയ്യണം? യു ഹാവ് ടു ഓപ്പറേറ്റ് ഫ്രം എ ഹയർ ഫ്രീക്വൻസി. അപ്പം നമ്മളുടെ ഉള്ളിൽ 2 സെൽഫ് ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ്? ഒന്ന് ലോവർ സെൽഫ്, 2 ഹയർ സെൽഫ്. നമ്മുടെ ഉള്ളിൽ 2 പേരിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഈ 2 ചെവിയുടെ ഇടയിൽ നമുക്ക് കുറച്ചു നേരം ഒരു 10 സെക്കൻഡ് സൈലന്റ് ആയിട്ടിരുന്നാൽ ഇപ്പൊ നിങ്ങൾ എക്സ്റ്റേണൽ വോയിസ് ഒന്നും കേട്ടില്ലായിരുന്നു, പക്ഷെ അകത്തിരുന്ന് ഇപ്പോഴും നിങ്ങളോട് അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാര് എന്നുള്ളതാണ് ചോദ്യം. 2 പേരെ കൊണ്ട് സംസാരിപ്പിക്കാം, ലോവർ സെൽഫിനെ കൊണ്ടും ഹയർ സെൽഫിനെ കൊണ്ടും. ലോവർ സെൽഫ് ആരാ? നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ചാത്തൻ. അവൻ വർക്ക് ചെയ്യുന്നത് എവിടെയാ? ലോവർ ഫ്രീക്വൻസിയിൽ. ഹയർ സെൽഫ് ആരാ? നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ദൈവം. അത് നീയാകുന്നു. ആ ദൈവം ഓപ്പറേറ്റ് ചെയ്യുന്ന എവിടെ ഇരുന്നിട്ടാ? ഹയർ ഫ്രീക്വൻസിയിൽ. എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ ഈ ചെകുത്താൻ പറയുന്നതാണോ കേൾക്കുന്നത്, അതോ ഈ ദൈവം പറയുന്നതാണോ കേൾക്കുന്നത്? നിങ്ങളുടെ ഉള്ളിലെ ചെകുത്താൻ പറയുന്നതാണോ നിങ്ങൾ കേൾക്കുന്നത്, അതോ നിങ്ങളുടെ ഉള്ളിലെ ദൈവം പറയുന്നതാണോ നിങ്ങൾ അനുസരിക്കുന്നത്? ചിലരുണ്ട് ചെകുത്താന്റെ അടിമകളാണ്. അവരുടെ ലൈഫ് ഇതിൻ്റെ ഇടയ്ക്കായിരിക്കും, ഇൻ പോവർട്ടി. ചിലരുണ്ട് ദൈവത്തിന്റെ പ്രതിപുരുഷന്മാർ, ദൈവത്തിന്റെ പ്രതിനിധികൾ. ആൻഡ് ദേ ഓപ്പറേറ്റ് ഫ്രം എ ഹയർ വൈബ്രേഷൻ ലെവൽ. ദേ വൈബ്രേറ്റ് ഫ്രം എ ഹയർ ഫ്രീക്വൻസി. ആൻഡ് ദാറ്റ്സ് വൈ കുറച്ച് പേര് ജീവിതത്തിൽ കൂടുതൽ വിജയിക്കുന്നു, കൂടുതൽ സമ്പന്നരാകുന്നു, കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നു. കാരണം ദേ അട്രാക്ട് ഓൾ ദീസ് തിങ്സ്. ഇവരുടെ പ്രശ്നം എന്താ? They are chasing all these things. So if everything is energy, it is always better to have a higher energy level so that we can attract anything that we need in our life. നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യും. എന്ത് ചെയ്താൽ മതി? ഒരു ഹയർ എനർജി ലെവലിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്താൽ മാത്രം മതി. സോ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് എനിക്കറിയണ്ട. എവിടെ നിന്നാലും ശരി, നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ഷിഫ്റ്റ് യുവർ എനർജി ലെവൽ. സ്റ്റാർട്ട് വൈബ്രേറ്റിംഗ് ഫ്രം എ ഹയർ ഫ്രീക്വൻസി. അതിന് ഇന്നത്തെ ചുറ്റുപാടിൽ നിന്നാ പോരാ. ഈ ചെകുത്താന്റെ വാക്കുകൾ കേട്ടോണ്ടിരുന്നാ പോരാ. സോഷ്യൽ മീഡിയ ഇന്ന് നിങ്ങൾക്ക് ചുറ്റും സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങളുടെ ലോവർ സെൽഫിന്റെ കളിയാണ്. ലോവർ സെൽഫ് അവനെയാണ് അത് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഓരോ ക്ലിപ്പ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഓരോ റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും കിട്ടുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ, ഒരു കംഫർട്ട് ഉണ്ടല്ലോ, ഒരു എന്റർടൈൻമെന്റ് ഉണ്ടല്ലോ, അത് ചാത്തൻ നിന്നെ മടിയനാക്കാനും നിന്നെ അവന്റെ അടിമയാക്കാനും വേണ്ടിയിട്ട് ഇട്ട് തന്നിരിക്കുന്നതാണ്. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും സിനിമയും സീരിയലും എല്ലാം. ഇതൊന്നും വേണ്ടെന്നല്ല പറഞ്ഞേ, ഇതൊക്കെ വേണം. നമ്മൾക്ക് വേണ്ട രീതിയിൽ അതിനെ ഉപയോഗിക്കണം. അതിൻ്റെ അടിമയായി പോകരുത് നമ്മൾ. അത് നമ്മളുടെ അടിമയായിരിക്കണം. മറ്റേതെന്താ? സാധാരണക്കാരൻ എന്താ? ഈ പ്രശ്നങ്ങളിൽ കിടന്ന് നട്ടം തിരിയുന്നവന്റെ യഥാർത്ഥ പ്രശ്നം എന്താ? അവൻ ഫേസ്ബുക്കിന്റെ യൂട്യൂബിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ അടിമയാണ്. ബിക്കോസ് ദേ ഓപ്പറേറ്റ് ഫ്രം
their lower self. അവൻ ചെകുത്താന്റെ പിടിയിലാണ്. സോ ആ ചെകുത്താന്റെ പിടി വിട്ടു പോകണമെങ്കിൽ ചേഞ്ച് യുവർ എൻവയോൺമെന്റ്. നിങ്ങളുടെ ചുറ്റുപാടിനെ മാറ്റണം. അത് നാട്ടുകാരാണ് പ്രശ്നമെങ്കിൽ ആ നാട് വിടണം, വീട്ടുകാരാണ് പ്രശ്നമെങ്കിൽ ആ വീട് വിടണം, കൂട്ടുകാരാണ് പ്രശ്നമെങ്കിൽ ആ കൂട്ട് വിടണം, കമ്പനിയാണ് പ്രശ്നമെങ്കിൽ ആ കമ്പനി വിടണം, ഗവൺമെന്റ് ആണ് പ്രശ്നമെങ്കിൽ ആ നാട് വിടണം. ദിസ് ഇസ് നോട്ട് പ്യുവർ സയൻസ്, ബിക്കോസ് ഓൾ ദീസ് ആർ ഇൻവിസിബിൾ. ഇലക്ട്രിസിറ്റി ഒന്ന് കാണിച്ചു തന്നെ എന്ന് പറയുന്ന പോലെ ആയിരിക്കും ഇത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞ. ഐ കോണ്ട്. ബട്ട് ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ഐ ഡിഡ് ഇറ്റ്. ഞാൻ ചെയ്തതാണിത്, ഞാൻ പ്രാവർത്തികമാക്കിയതാണിത്, എൻ്റെ ലൈഫിൽ നടപ്പാക്കിയ കാര്യമാണിത്. ഐ ജസ്റ്റ് ഷിഫ്റ്റ് മൈ എനർജി ലെവൽ ഫ്രം എ ലോവർ ഫ്രീക്വൻസി ടു എ ഹയർ ഫ്രീക്വൻസി. ആ വൈബ്രേഷൻ മാറ്റിപ്പിടിച്ചപ്പോൾ, ആ ഫ്രീക്വൻസി ലെവൽ മാറ്റിപ്പിടിച്ചപ്പോൾ ലൈഫ് മാറ്റിയെടുത്ത ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും എൻ്റെ കാര്യം പറയുന്നത്, ഐ എം എ പ്രാക്ടിക്കൽ പ്രാക്ടീഷണർ. പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ഞാൻ പഠിപ്പിക്കുകയുള്ളൂ. കാരണം ഇതൊക്കെ ഞാൻ പ്രാവർത്തികമാക്കിയതാണ് എൻ്റെ ജീവിതത്തിൽ. ക്വാണ്ടം ഫിസിക്സ് ഈസ് സയൻസ് എങ്കിൽ ഇതും നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. ഐ കനോട്ട് പ്രൂവ്, ബട്ട് ഐ ലീവ് മൈ ലൈഫ് വിത്ത് ദിസ് തിയറി. ഈ പണം എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്ന് ഇവർ നോക്കത്തില്ല. ഈ പണം എങ്ങനെ സഞ്ചരിക്കുന്നു, ആരിൽ നിന്ന് ആരിലേക്കാണ് സഞ്ചരിക്കുന്നത്, ഏത് സ്ഥലത്ത് നിന്ന് ഏത് സ്ഥലത്തേക്കാണ്, എന്തുകൊണ്ടാണ് ഈ കാശുള്ളവന് വീണ്ടും വീണ്ടും കാശ്, ഇതൊന്നും ചിന്തിക്കാൻ ഇവർക്ക് നേരമില്ല. കാരണം ഇവരടിമകളാ. എന്തിൻ്റെ? ലോവർ സെൽഫിന്റെ. ചെകുത്താന്റെ അടിമകളാണിവർ. അവർക്ക് ഒന്നിനെ കുറിച്ചും ചിന്തിക്കാൻ നേരമില്ല. അതേസമയം ഇവര് നോക്കുന്നത് എന്താ? ഈ കാശ് ഇപ്പം താണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്, ഇപ്പം താണ്ട് ഇതിങ്ങനെ സഞ്ചരിച്ച്, ഇത് കാണണമെങ്കിൽ എന്ത് വേണം? അതിനേക്കാൾ ഉയർന്ന ഫ്രീക്വൻസിയിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ പണത്തിന്റെ മൂവ്മെന്റ്സ് കാണാൻ പറ്റും. കാരണം പണം ഇപ്പൊ എന്താ? നമ്മളെക്കാൾ ലോവർ ഫ്രീക്വൻസിയിലാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ മുജീബിക്കയുടെ കയ്യിലോട്ട് പൈസ പോകുന്നു, ആനന്ദന്റെ കയ്യിലോട്ട് പോകുന്നു, റോഹിത് ചേട്ടന്റെ കയ്യിലോട്ട് പോകുന്നു, ആരിഫിന്റെ കയ്യിലേക്ക് പോകുന്നു. എടാ, ഇതെന്താ ഇവരുടെ കയ്യിലോട്ട് പോകുന്നേ? അത് അവര് മാർക്കറ്റിൽ ആ വാല്യൂ, പഴയ കഥ ഓർത്തു, അവര് കൊടുക്കുന്ന സാധനത്തിന് അത്രയും വാല്യൂ ഉള്ളതുകൊണ്ട് അത്രയും സാധനം അങ്ങോട്ട് പോകുന്നു. അപ്പം എനിക്ക് എന്ത് ചെയ്യാം? ആരിഫിന് പൈസ കിട്ടുന്ന പോലെ എന്നാൽ ഞാനും ഒരു ട്രാവൽ ഏജൻസി തുടങ്ങാം. അപ്പൊ എനിക്കും കിട്ടുമല്ലോ, ആരിഫിന് പോയിക്കൊണ്ടിരിക്കുന്നതിൽ ഒരു പങ്ക് എനിക്കും കിട്ടുമല്ലോ. അല്ലെങ്കിൽ ആരിഫ് എടുക്കുന്നതിൻ്റെ അകത്തുനിന്ന് എനിക്കും കുറച്ചെടുക്കാൻ. അങ്ങനെ ഞാൻ നോക്കിയപ്പം, എടാ ഞാൻ എന്തിനടാ ഈ മാർക്കറ്റിൽ പോയി ഉണ്ടാക്കുന്നേ? ഞാൻ നോക്കുമ്പോൾ മുജീബ് കുറെ കൊണ്ടുവന്ന്, ആനന്ദ് കൊണ്ടുവന്ന്, ഷുക്കൂർ കൊണ്ടുവന്ന്, വിജയൻ കൊണ്ടുവന്ന്, റോയി കൊണ്ടുവന്ന്. ഇവരുടെ കയ്യിൽ നിന്ന് മേടിച്ചാ പോരാ, ഇവരുടെ അടുത്തുനിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചാൽ പോരെ. ഞാൻ എന്തിനാ ഇനി മാർക്കറ്റിലോട്ട് പോകുന്നേ? ഞാൻ എന്തിനാ ഇനി പുതിയൊരു ബിസിനസ് ചെയ്യാൻ പോകുന്നേ? ഞാൻ എന്തിനാണ് ഇനി? ഞാൻ എന്ത് ചെയ്താൽ മതി? ആ മാർക്കറ്റിൽ നിന്ന് കൂടുതൽ മണി, പണം മുജീബിന്റെ അക്കൗണ്ടിലേക്ക് എത്താൻ ഞാൻ സഹായിച്ച പോരെ? റോയിയുടെ അക്കൗണ്ടിലേക്ക് എത്താൻ സഹായിച്ച പോരെ? ആരിഫിന്റെ അക്കൗണ്ടിലേക്ക് എത്താൻ സഹായിച്ച പോരെ? വിജയന്റെ അക്കൗണ്ടിലേക്ക് എത്താൻ സഹായിച്ച പോരെ? അങ്ങനെയുള്ളപ്പോൾ ഒരു ഗുണം എന്താ? റോയിയുടെ കയ്യിൽ നിന്നും എനിക്ക് കിട്ടും, മുജീബിന്റെ കയ്യിൽ നിന്ന് കിട്ടും, ആനന്ദിന്റെ കയ്യിൽ നിന്ന് കിട്ടും, ഷുക്കൂറിന്റെ കയ്യിൽ നിന്നും കിട്ടും, റോയിയുടെ കയ്യിൽ നിന്നും കിട്ടും. അതല്ലേ കുറച്ചുകൂടെ ബെറ്റർ ബിസിനസ് ഐഡിയ? എങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? ഇവരുടെ മെന്ററായിട്ട് മാറാം. പലർക്കും ഈ പണത്തിന്റെ മൂവ്മെന്റ്സ് കാണാൻ പറ്റുന്നില്ല, പക്ഷേ അത് കാണാതെ തന്നെ അവർ കൊടുക്കുന്ന വാല്യൂ വെച്ച് അവർ കാശുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താൽ മതി? അവരെ കൂടുതൽ ഉണ്ടാക്കാൻ പഠിപ്പിച്ചാൽ മതി. അതിലൊരു പങ്ക് എനിക്കും ഇവരെല്ലാവരും തരും. അങ്ങനെയാണോ നിങ്ങൾ 1000-2000 പേര് എനിക്ക് പൈസ തന്നുകൊണ്ടിരിക്കുന്നത്? ഞാൻ എന്താ ചെയ്യുന്നത്? ആ ഇൻവിസിബിൾ തിങ്ങിനെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി അതാണോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ടാണോ നിങ്ങൾ എനിക്ക് കാശ് തരുന്നത്? അല്ലാതെ വെറുതെ ആരെങ്കിലും കൊണ്ട് തരുമോ? തരുന്നതിൻ്റെ എത്രയോ കൂടുതൽ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. അതെന്തുകൊണ്ടാണെന്നറിയോ? ആ ഹയർ ഫ്രീക്വൻസിയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴേ ഈ പണത്തിന്റെ മൂവ്മെന്റ്സ് കാണാൻ പറ്റൂ. അതിന് ഓപ്പറേറ്റ് വിത്ത് യുവർ ഹയർ സെൽഫ്. So if you pay attention, you can see how money is moving. പണം ഇങ്ങനെ അന്തരീക്ഷത്തിൽ കൂടി മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും, പണത്തെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ. അപ്പൊ നമ്മൾ നോക്കുകയാണ്, രാവിലെ വീട്ടിൽ കേബിളുകാരൻ വരുന്നു, കേബിളുകാരന്റെ കയ്യിലേക്ക് പൈസ എടുത്തു കൊടുക്കുന്നു. ഇതിങ്ങനെ എനർജി ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. അങ്ങോട്ട് പോകും. മീൻകാരൻ വരുന്നു,
മീൻകാരൻ മീൻ തരുന്നു, ഈ സാധനം കൊണ്ട് കൊടുക്കും, അവന്റെ കയ്യിലേക്ക് കുറച്ച് പൈസ പോകും. പച്ചക്കറിക്കാരൻ വരുന്നു, അവൻ പച്ചക്കറി ആയിരുന്നു, അവന്റെ കയ്യിലേക്ക് ഈ സാധനം പോകും. അപ്പം ഈ വീട്ടിലേക്ക് ഇത് എവിടുന്നാ വരുന്നത്? ഈ മീനും പച്ചക്കറിക്കും പാലിനും പത്രത്തിനും ഒക്കെ കൊടുക്കണമെങ്കിൽ ഇവിടോട്ട് ഈ ടാങ്കിലോട്ട് ഇത് വന്ന് വീഴണമില്ല, എന്നാലല്ലേ ഈ പൈപ്പിലേക്ക് വെള്ളം കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇത് എവിടുന്നാ വരുന്നത്? ഇതിങ്ങനെ ദാണ്ട് ഒരാൾ ജോലിക്ക് പോകുന്നുണ്ട്, അയാളുടെ സാലറിയാണ് ഇങ്ങോട്ട് വരുന്നത്, അല്ല അയാൾ ബിസിനസ് ചെയ്യുന്നുണ്ട്, ഇയാൾക്ക് എവിടുന്നാ കിട്ടുന്നത്? അത് ഇയാൾ ഇന്ന കമ്പനിയിലാണ് ജോലിക്ക് പോകുന്നത്. അപ്പൊ ആ കമ്പനിയിൽ, ഈ കമ്പനിയിലോട്ട് ഇതെങ്ങനെ വരുന്നത്? അത് ഇവർ മറ്റൊരു വലിയ കമ്പനിക്ക് വേണ്ടി ഒരു പ്രൊജക്ട് ചെയ്യുന്നുണ്ട് അവിടെ. അപ്പൊ നോക്കൂ, വലിയ എമൗണ്ട്, വലിയ എനർജി ഇങ്ങോട്ട് വരുന്നു. ആഹാ, ഈ പണത്തിന്റെ ഈ മൂവ്മെന്റ്സ് കാണാൻ പറ്റണം. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാവും, ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോണം. പണത്തിന്റെ ബേസിക്കാണ്. അവൾ എന്നോട് പറയുകയാണ്, എനിക്ക് ജാതിയോ മതമോ നിറവോ വർണ്ണവോ നാടോ ഒന്നും ഒരു പ്രശ്നമല്ല. മണി ഡസൻ ഹാവ്. പണം പറയാണ്, അവള് പറയാണ്, ഐ ഡോണ്ട് ഹാവ് എനി മോറൽ ജഡ്ജ്മെന്റ്, നത്തിങ് ടു ഡു വിത്ത് മൊറാലിറ്റി. ധാർമ്മികതയുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഇത് പോകുന്നത് ബ്രാഹ്മണന്റെ കയ്യിലാണോ, മുസ്ലിമിന്റെ കയ്യിലാണോ, ക്രിസ്ത്യാനിയുടെ കയ്യിലാണോ, അറബിയുടെ കയ്യിലാണോ, ഇത് സായിപ്പിന്റെ കയ്യിലാണോ, ഇങ്ങനൊന്നും എനിക്കറിയത്തില്ല. ഞാനത് നോക്കാറേയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളിലേക്ക് മാത്രമായിരുന്നു പോയിക്കൊണ്ടിരുന്നെങ്കിൽ ഈ ലോകത്ത് നന്മയുള്ള ആളുകളുടെ കയ്യിലെല്ലാം ഞാൻ പോയി ചേർന്നേനെ, പണം ഉണ്ടായേനെ. അങ്ങനെയാണോ? നന്മയുള്ള എല്ലാവരും കാശുകാരാണോ? ആണോ? അല്ല. അപ്പം ധാർമ്മികതയുമായിട്ട് പണത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? നോ. വെരി ലിറ്റിൽ ടു ഡു വിത്ത് മൊറാലിറ്റി, വെരി ലിറ്റിൽ ടു ഡു. അവിടെ എല്ലാം വാല്യൂ ആണ്, ബിസിനസ് ആണ്, സെയിൽസ് ആണ്. കസ്റ്റമർ ആവശ്യം അല്ലെങ്കിൽ മറ്റൊരാളുടെ ആവശ്യത്തിനനുസരിച്ച് എനിക്ക് എന്ത് എബിലിറ്റി ഉണ്ട്, ആ എബിലിറ്റിക്ക് അനുസരിച്ചിട്ടാണ് എനിക്ക് കാശ് കിട്ടുന്നത്, അല്ലാതെ വേറൊന്നും അല്ല. അതല്ല, നല്ല മനുഷ്യർക്കാണ്, നല്ല പ്രവർത്തികൾ ചെയ്യുന്നവർക്കാണ് ഇവിടെ കൂടുതൽ കാശ് കിട്ടുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവരെയാണ് പണത്തിന് പ്രണയമെങ്കിൽ, പണത്തിന് അവരോട് പ്രത്യേക ഒരു സോഫ്റ്റ് കോർണർ, നല്ല മനസ്സുള്ളവർ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സ്കൂൾ ടീച്ചർമാരെല്ലാം മില്യണേഴ്സ് ആയനെ. കാരണം ഏറ്റവും നല്ല പ്രവർത്തികളിൽ ഒന്നാണ് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത്. സ്കൂൾ ടീച്ചേഴ്സ് ഒരാളെങ്കിലും മില്യണയർ ആയത് നിങ്ങൾക്കറിയാവോ? അറിയാവോ? ഏതെങ്കിലും നേഴ്സ് മില്യണയർ ആയതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവോ? അപ്പോ ഇവരാരും വെൽത്തി ആവുന്നില്ല. വൈ? അതിന്റെ അർത്ഥം നന്മ ചെയ്താൽ പണം എന്നെ ചേസ് ചെയ്തോളും. വെറുതെയാ, തെറ്റിദ്ധാരണയാ. സോ പണത്തിന് മൊറാലിറ്റി ആയിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പണം അങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അവൻ കൊടുക്കുന്ന സാധനത്തിന് മാർക്കറ്റിൽ വാല്യൂ ഉണ്ടെങ്കിൽ, കാരണം ആ കഥ ഓർക്കുന്നോ, എങ്ങനെ ഇതുണ്ടായേ? മാർക്കറ്റിന് ആവശ്യമുള്ള സാധനം വാല്യൂ കൂടുതൽ ആര് കൊടുക്കുന്നു, അവൻ കൂടുതൽ കാശ് കൊണ്ടുപോകും. ശരിയാണോ? അത് ആടിന്റെ പാല് മാത്രം കൊടുക്കുന്നതാണ് കറക്റ്റ് എന്ന് പറയാനൊന്നും നമുക്ക്, അതിനാണ് നമ്മൾ നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നിയമവിധേയമായി അത് ചെയ്യുകയാണെങ്കിൽ ഒരു തെറ്റുമില്ല. ശരിയാണോ ജീവിക്കുക? പിന്നെ അതെല്ലാം വ്യക്തിപരമാണ്, നമ്മളുടെ പേഴ്സണൽ ചിന്തകളാണ്, പ്യുവർലി പേഴ്സണൽ, നത്തിങ് ടു ഡു വിത്ത് മണി. മുജീബിക്ക് തോന്നുകയാണ് കള്ള് കച്ചവടം അത് ഹറാമാണ്, അത് ചെയ്യാൻ പാടില്ല. ഇറ്റ്സ് റൈറ്റ്, ബട്ട് അക്കോർഡിംഗ് ടു യു അത് മുജീബിന്റെ ശരിയാണ്, അത് അജിത്തിന്റെ ശരിയാവണമെന്നില്ല. മുജീബിന് അത് ഇഷ്ടമല്ലേ, മുജീബ് അത് ചെയ്യണ്ട. പക്ഷെ റോയിക്ക് അത് ഇഷ്ടമാണ്, റോയി അത് ചെയ്യും. റോയിയെ കുറ്റപ്പെടുത്താൻ മുജീബിന് അവകാശമില്ല. മുജീബ് അത് ചെയ്യുന്നില്ലെന്നും പറഞ്ഞ് മുജീബിനെ കുറ്റപ്പെടുത്താൻ റോയിക്കും അവകാശമില്ല. ഇറ്റ്സ് പ്യുവർലി പേഴ്സണൽ. അപ്പൊ ഇവിടെ നിയമപരമായി എന്ത് കാര്യം ചെയ്ത് കാശുണ്ടാക്കുന്നതിനെയും കണ്ണുകടി ഉണ്ടായിട്ട് കാര്യമില്ല. ദേ നോ ഹൗ ടു മേക്ക് മണി. കാരണം അവന് ആ മണി മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ടാണ് അവൻ കാശുണ്ടാക്കുന്നത്. അവൻ മനസ്സിലാക്കി ഇവിടെ കള്ളു കൊടുത്തു കഴിഞ്ഞാൽ കാശ് കിട്ടുമെന്ന്. അവൻ മനസ്സിലാക്കി ഞാൻ ഒരു നേഴ്സായിട്ട് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും വീട്ടിൽ പോയി നിൽക്കേണ്ടി വരും, എനിക്ക് കാശ് കിട്ടത്തില്ല. ഞാൻ ഏതെങ്കിലും ഒരു സ്കൂൾ ടീച്ചറായി പോയി കഴിഞ്ഞാൽ എനിക്ക് കാശുണ്ടാക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ എന്ത് ചെയ്തു? അവൻ അബ്കാരിയായി, അവൻ ബാറുടമയായി, അവൻ കള്ളുവച്ചോടം നിയമപരമായിട്ട് ചെയ്യുന്നു. ഒന്നും പറയാൻ പറ്റില്ല, നിയമപരമാണ്. ഇറ്റ്സ് പ്യുവർലി പേഴ്സണൽ. നൗഷാദിന് മനസ്സിലാവുന്നുണ്ടോ? രാജേഷ് അതുകൊണ്ട് അത് ചെയ്യുന്നെന്ന് പറഞ്ഞ് നൗഷാദ് രാജേഷിനെ തെറി വിളിച്ചിട്ട് ഒരു കാര്യമില്ല.
രാജേഷ് അത് നിയമപരമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരു തെറ്റുമില്ല അതിൽ. അത് രാജേഷിന്റെ മാത്രം മൈൻഡ് സെറ്റാണ്. രാജേഷിന് അത് തെറ്റല്ല എന്ന് തോന്നാത്തിടത്തോളം രാജേഷ് ആര് പറയുന്നതും കേൾക്കണ്ട. ക്ലിയർ ആണോ? സോ പണം ഈസ് നോട്ട് ജഡ്ജ്മെന്റൽ. മണി ഡസിൻ കെയർ അബൌട്ട് മൊറാലിറ്റി. ധാർമ്മികതയെക്കുറിച്ച് പണം ചിന്തിക്കത്തേയില്ല. നമ്മൾ പറയാറുണ്ട് ഗുഡ് മണി ബാഡ് മണി എന്നൊക്കെ. പണത്തിന് അങ്ങനൊന്നും ഇല്ലെന്നേ. മണി ഈസ് ഓൾവേസ് ഗുഡ്. അതുണ്ടാക്കുന്ന രീതി അത് വ്യക്തിപരമാണ്. അത് ആനന്ദ് ഉണ്ടാക്കിയ പൈസ കാണുമ്പോൾ എനിക്ക് തോന്നുമായിരിക്കും, എൻ്റെ ചിന്തകൾ, എൻ്റെ വിശ്വാസധാര വെച്ചിട്ട് ഞാൻ പറയും അവൻ്റെ കയ്യിലിരിക്കുന്ന ബാഡ് മണിയാണ്. കാരണം ആനന്ദ് പലിശയ്ക്ക് കൊടുത്തുണ്ടാക്കിയ കാശ്. ആനന്ദിന്റെ ചിന്തയിൽ പലിശ എന്ന് പറയുന്നത് ഞാൻ അവനെ ആവശ്യത്തിന് സഹായിച്ചതാണ്, എനിക്കതുകൊണ്ട് എൻ്റെ ബിസിനസ്സാണിത്. ആനന്ദിന് പലിശ ഒരു പ്രശ്നമല്ലെങ്കിൽ ആനന്ദെ അതൊരു പ്രശ്നമേ അല്ല, as long as it is legal. എന്തുകൊണ്ടാണ് ആ പലിശയിലേക്ക് പോയത്? ആനന്ദിന് അതിന്റെ മൂവ്മെന്റ്സ് കാണാൻ പറ്റുന്നുണ്ട്. അധാർമികമായ പ്രവർത്തികളിലേക്ക് പോകണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ നിങ്ങളുടെ ഒരു ബിസിനസ്സുമായിട്ടോ ഒരു പ്രവൃത്തിയായിട്ടോ ഒരു ബന്ധവുമില്ല ഞാൻ ഈ സംസാരിക്കുന്ന കാര്യത്തിന്. ഞാൻ പറഞ്ഞു വരുന്നത് പണം എങ്ങനെ ഓരോ സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നു എന്ന് മാത്രമാണ്. സോ ഇതെങ്ങനെ മൂവ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയില്ല എങ്കിൽ പണം നിങ്ങളിലേക്ക് വരില്ല. സോ പണം എന്താ പറയുന്നത്? ഐ ഡോണ്ട് കെയർ ഹു യു ആർ. അല്ലേ നീ ആരാണെന്ന് എനിക്കതൊരു വിഷയമേ അല്ല. നീ ആരുടെ മകനാണ്, നീ ആരുടെ അനിയനാണ്, നീ ആരുടെ ബന്ധുവാണ്, ഇതൊന്നും എന്നെ സംബന്ധിച്ച് ഒരു വിഷയമേ അല്ല. നിന്റെ പ്രായം എനിക്കൊരു പ്രശ്നമേ അല്ല. നിങ്ങൾക്കറിയാലോ 5 വയസ്സുള്ള പിള്ളേർ മില്യൺസ് ഉണ്ടാക്കുന്ന പിള്ളേരുണ്ട്. യൂട്യൂബ് ചാനലൊക്കെ സ്വന്തമായിട്ട് തുടങ്ങിയിട്ട് ജനിക്കുന്നതിന് മുന്നേ തന്നെ മില്യൺസ് ഉണ്ടാക്കുന്ന പിള്ളേരുണ്ട് ഇവിടെ. സോ ഡസ് മണി കെയർ അബൌട്ട് ഏജ്? ഏജ് ഒരു പ്രശ്നമാണോ? പണത്തിന് ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ പഴയകാല പ്രവർത്തികൾ, എൻ്റെ പശ്ചാത്തലം പണത്തിന് ഒരു പ്രശ്നമേ അല്ലെന്നേ. അതെ, ഈവൻ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പോലും പണത്തിന് അറിയണ്ട. പണത്തിന് ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, ഡു യു അണ്ടർസ്റ്റാൻഡ് ഹൗ ഐ ഫ്ലോ? ഞാൻ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, അത് നിന്നിലേക്ക് എങ്ങനെ വരുത്താൻ നിനക്കറിയാവോ? അതിനെന്ത് വേണം? യു ഹാവ് ടു ഓപ്പറേറ്റ് ഫ്രം എ ഹയർ ഫ്രീക്വൻസി. സോ എന്ത് മനസ്സിലാക്കണം? മണി ഹാസ് എ മൈൻഡ് ഓഫ് ഇറ്റ്സ് ഓൺ. പണത്തിനും ഈ സാധനത്തിനും എന്തുണ്ട്? ഒരു ഹൃദയമുണ്ട് എന്ന് മനസ്സിലാക്കുക, ഒരു മനസ്സുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റും. ഇത് മനസ്സിലാക്കുന്നതിന് മുന്നേ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാതിരുന്നിട്ടില്ല. ഇത് മനസ്സിലാക്കി കഴിഞ്ഞും ഹാർഡ് വർക്ക് ചെയ്യാതിരിക്കുന്നില്ല. പക്ഷെ അന്നത്തെ എൻ്റെ ഹാർഡ് വർക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കിടന്ന കളിച്ചോണ്ടിരുന്നേ. ഏത്? ഇവിടെ ലോവർ ഫ്രീക്വൻസിയിൽ ഞാൻ ഉണ്ടാക്കുന്നു, ചെലവാക്കുന്നു, ഉണ്ടാക്കുന്നു, ചെലവാക്കുന്നു, ഉണ്ടാക്കുന്നു, വരുന്നു, പോന്നു. ഓട്ടക്കാലണ. കൈക്ക് ഓട്ടയുണ്ടായിരുന്നു, ഇങ്ങോട്ട് വരുന്നു, അതുപോലെ അങ്ങ് പോവാ. ബട്ട് ഇതിന്റെ മൂവ്മെന്റ്സ് മനസ്സിലാക്കിയതിന് ശേഷം ഐ സ്റ്റാർട്ടഡ് ഓപ്പറേറ്റിംഗ് ഫ്രം എ ഹയർ ഫ്രീക്വൻസി. ലോവർ സെൽഫിൽ നിന്ന് ഹയർ സെൽഫിലേക്ക് മാറി. ചെകുത്താന്റെ പിടിയിൽ നിന്ന് ദൈവത്തെ കൂട്ടുപിടിച്ച്, എൻ്റെ ഉള്ളിലെ ദൈവത്തെ, അതിനെ കണ്ടുപിടിച്ച് അതിൻ്റെ കൂട്ടുപിടിച്ച് ഹയർ ഫ്രീക്വൻസിയിൽ നിന്ന് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഐ വാസ് ഏബിൾ ടു സീ ഹൗ മണി ഈസ് മൂവിങ്. ആ മൂവ്മെന്റ്സ് കാണാൻ പറ്റിയാൽ ഐ ക്യാൻ ഈസിലി അട്രാക്ട്. സോ മൈ ടീം, വാട്ട് ഈസ് invisible is more powerful than what is visible. എന്താണോ കാണാൻ പറ്റാത്തത് ഈസ് മോർ പവർഫുൾ ദാൻ കാണാൻ പറ്റുന്നത്. യു ആർ സ്റ്റാർട്ടിങ് എ ന്യൂ ടോപ്പിക്. എങ്ങനെ സമ്പത്ത് നമ്മളിലേക്ക് ആകർഷിക്കാം? ആ സൂത്രങ്ങളാണ് പഠിക്കാൻ പോകുന്നത്, ആ മന്ത്രമാണ് പഠിക്കാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺഡ്. ഐ വാണ്ട് all of you to be with me to learn about money. അപ്പം അങ്ങനെ ഇവിടൊക്കെ തന്നെ കാണുമല്ലോ. താങ്ക് യു.